ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഓൺലൈൻ ഗെയിമിംഗ് സംബന്ധിച്ച ബിൽ ലോക്സഭയിൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകി. തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ കർശന ജാഗ്രതയുമായി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങളോടെ ഒരു കുട്ടി കൂടി കോഴിക്കോട് ചികിത്സയിൽ. ദേശീയ നഗര ശുചിത്വ സർവേയിൽ നേട്ടം കൈവരിച്ച നഗരസഭകളെ ആദരിക്കുന്ന ചടങ്ങ് മന്ത്രി MP രാജേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാഫ് അണ്ടർ-17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഭൂട്ടാനിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭയും ലോക്സഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ ഓൺലൈൻ ഗെയിമിംഗ് പ്രമോഷനും നിയന്ത്രണവും സംബന്ധിച്ച ബിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഓൺലൈൻ ഗെയിമുകൾ വഴിയുണ്ടാകുന്ന സാമൂഹിക, സാമ്പത്തിക, മാനസിക പ്രത്യാഘാതങ്ങൾ തടയുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകി. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, പാർട്ടി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ രാജ്നാഥ് സിംഗ്, JP നഡ്ഡ, അമിത്ഷാ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പത്രിക നൽകിയത്. അതേസമയം INDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശത്തിനുള്ള അവസാന ദിനമായ നാളെ പത്രിക നൽകും. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കോൺഗ്രസ് നേതാക്കളും പാർലമെന്റ് അംഗങ്ങളുമായ സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവരും ആദരാഞ്ജലി അർപ്പിച്ചു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം രാജ്യം ദേശീയ സദ്ഭാവന ദിനമായാണ് ആചരിക്കുന്നത്. BJP മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. കൊച്ചിയിൽ BJP സംസ്ഥാന നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം. ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 21,87,667 പഠിതാക്കൾ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി മന്ത്രി MP രാജേഷ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ ന്യൂ മാഹി ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക്കിന് ബദൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിടുന്നു. സംരംഭകരുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം കർശനമാക്കിയ സാഹചര്യത്തിലാണ് ബദൽ ഉൽപാദക യൂണിറ്റിനെ കുറിച്ചുള്ള ആശയം ഉയർന്നുവന്നത്. പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത് എന്നതും പഞ്ചായത്തിലെ വനിതകൾക്ക് തൊഴിൽ നൽകാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെ കരീക്കുന്ന് വ്യവസായ കേന്ദ്രത്തിലാണ് പ്ലാസ്റ്റിക് ബദലുൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുക. 30 ലക്ഷം രൂപ ചെലവിൽ വ്യവസായ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരുൾപ്പെടെ വനിതാ സംരംഭകരിൽ നിന്ന് പ്ലാസ്റ്റിക് ബദലുൽപ്പന്ന നിർമ്മാണ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ താൽപര്യപത്രം ക്ഷണിക്കും. ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ ആദരിക്കുന്ന ശുചിത്വഭേരി 2025 പരിപാടി മന്ത്രി MP രാജേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഹരിതമിത്രം 2.0യുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. രാജ്യത്തെ നഗര ശുചിത്വ സർവേയിൽ ഇക്കുറി കേരളത്തിലെ 8 നഗരങ്ങൾ ആദ്യ 100-ലും 82 നഗരങ്ങൾ ആദ്യ 1000-ലും ഇടം പിടിച്ചിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ ഒരു കുട്ടിയെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ചേളാരി സ്വദേശിയായ 11-കാരിയെയാണ് ചികിത്സയിലുള്ളത്. നേരത്തെ രോഗം ബാധിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ സഹോദരങ്ങൾക്ക് രോഗമില്ലെന്ന് പരിശോധനയിൽ വ്യക്തമാക്കി. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കണമെന്നും കിണർ വെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം പരിശോധനയിൽ കാലതാമസം എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് അറിയിച്ചു. നിലവിൽ രോഗസ്ഥിരീകരണം ഉൾപ്പെടെ നടത്താനുള്ള സംവിധാനം തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ സജ്ജമായിട്ടുണ്ട്. കോഴിക്കോട് മൈക്രോബയോളജി ലാബിൽ അമീബയാണോ എന്ന് കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധനാ സൌകര്യമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. മൻ കി ബാത്തിന്റെ 125-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. മുംബൈയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുംബൈ, താനെ, പാൽഘർ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കർണാടക തീരത്ത് ഇന്നും, ലക്ഷദ്വീപ് തീരത്ത് നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ തേടി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായുള്ള നയസമീപന രേഖ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് നടപടി. വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കരട് നയ സമീപന രേഖ പരിശോധിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 27-ന് മുമ്പ് hwcpolicy.submission@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കേണ്ടതാണ്. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് നാളെ കോഴിക്കോട് തുടക്കമാകും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയും വിഷയവിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദേശീയ സമ്മേളനവും വർണ്ണപ്പകിട്ടിലെ മുഖ്യ പരിപാടികളിൽ ഒന്നായി നാളെ നടക്കും. 22, 23 തീയതിയിൽ വിവിധ കലാവതാരങ്ങളുടെ വർണ്ണപ്പകിട്ട് ഉത്സവവും അരങ്ങേറും. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആരോഗ്യവും ക്ഷേമവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും മനുഷ്യാവകാശങ്ങളും ചർച്ച ചെയ്യും. കലാകായികം, സാഹിത്യം, വിദ്യാഭ്യാസം, സംരംഭകത്വം എന്നിവയിൽ കഴിവ് തെളിയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ മേഖലയിൽ പ്രവർത്തനം കാഴ്ചവെച്ച CBO NGOകൾക്കും ട്രാൻസ്ജെൻഡർ ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങളും നൽകും. കലോത്സവത്തിനു മുന്നോടിയെ നാളെ വൈകിട്ട് വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും കോഴിക്കോട് നടക്കും. സൌത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അണ്ടർ-17 വനിതാ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഭൂട്ടാനിൽ തുടക്കം. ഉച്ചയ്ക്ക് 2:30-ന് തിംഫുവിലെ ചാങ്ലി മിതാങ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനെ നേരിടും. വൈകിട്ട് 6-ന് ആതിഥേയരായ ഭൂട്ടാനും ബംഗ്ലാദേശും കളത്തിലിറങ്ങും. 2018-2019 വർഷങ്ങളിൽ ഭൂട്ടാനിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യയാണ് കിരീടം ചൂടിയത്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ജനസമ്പർക്ക പരിപാടിക്കെത്തിയ യുവാവാണ് ആക്രമിച്ചത്. ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ, ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി പ്രതിപക്ഷ നേതാവുമായ അതിഷി തുടങ്ങിയവർ ആക്രമണത്തെ അപലപിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭ കുടുംബശ്രീ CDSന് ISO അംഗീകാരം ലഭിച്ചു. ISO 2ാം ഘട്ട ഓഡിറ്റ് വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 195 പോയിന്റ് ഉയർന്ന് 81,840-ലും നിഫ്റ്റി 64 പോയിന്റ് നേട്ടത്തിൽ 25,045-ലും വ്യാപാരം തുടരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കുറ്റവാളി ഗോവിന്ദചാമി രക്ഷപ്പെട്ട സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് അന്വേഷണ കമ്മീഷൻ അംഗം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന ബ്ലോക്ക് അദ്ദേഹം പരിശോധിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും സന്ദർശനം നടത്തി 6 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊല്ലം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രാമം ലിങ്ക് റോഡിന്റെ നവീകരണം പൂർത്തിയായതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൊല്ലം കച്ചേരി മുതൽ ആശ്രമം മൈതാനം വരെയുള്ള ലിങ്ക് റോഡ് 10 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. കൊല്ലം നഗരത്തിലെ വാഹന തിരക്ക് കുറയ്ക്കുന്നതിനൊപ്പം ജില്ലയുടെ വിനോദസഞ്ചാര കുതിപ്പിന് പദ്ധതി സഹായകരമാണെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വയനാട് കൽപ്പറ്റ പെരുന്തട്ട ഗവൺമെന്റ് UP സ്കൂൾ പരിസരങ്ങളിൽ പുലർച്ചെ കാട്ടാനയുടെ ആക്രമണം. സ്കൂളിന്റെ ഗേറ്റ് തകർത്ത കാട്ടാന വ്യാപക കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞു. 14,000 ലിറ്റർ ഡീസലുമായി മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകും വഴിയാണ് അപകടം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഓൺലൈൻ ഗെയിമിംഗ് സംബന്ധിച്ച ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകി. തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ കർശന ജാഗ്രതയുമായി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങളോടെ ഒരു കുട്ടി കൂടി കോഴിക്കോട് ചികിത്സയിൽ.
ദേശീയ നഗര ശുചിത്വ സർവേയിൽ നേട്ടം കൈവരിച്ച നഗരസഭകളെ ആദരിക്കുന്ന ചടങ്ങ് മന്ത്രി എം.ബി. രാജേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സാഫ് അണ്ടർ-17 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഭൂട്ടാനിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.